എൻ്റെ പേര് ജോസഫ്. ഞാൻ നിലമ്പൂർ എടക്കര എന്നിടന്ന് പാലയമാട് ഇടവകയിൽ നിന്ന് വരുന്നു. 8 വർഷമായിട്ട് എനിക്കൊരു സൈഡ് വെച്ച് കിടക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു ഭാഗത്തിന് ഭയങ്കര മരപ്പായിരുന്നു. ഒരു 10 മിനിറ്റ് ദൂരം നടക്കാൻ വയ്യ. ഞാൻ കൂലിപ്പണിയാണ് എൻ്റെ പണി. കുറച്ച് സമയം ചെളിയിലോ വെള്ളത്തിലോ തണുപ്പുള്ളിടത്തോ നിന്നാൽ നിൽക്കാൻ പറ്റില്ല. പള്ളിയിൽ പോയാലും ഇങ്ങനെ 2 കാലം ഉറപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം നിൽക്കാൻ പറ്റില്ല. ഒരു കാലം ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്നപ്പോഴും എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഒരുപാട് മരുന്ന് മേടിച്ചു. ഒത്തിരി പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി. ഈ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഡിസ്കിന് ചെറിയൊരു അകലമുണ്ട്, അതൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മാസം മുമ്പ് എൻ്റെ മകൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയായിരുന്നു. എൻ്റെ മകനാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, അച്ചാച്ച അപ്പം പോയിട്ട് ഇവിടുത്തെ ധ്യാനം ഒന്ന് കൂടി നോക്കുക, അച്ഛനെ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭാര്യയും കൂടെ ഇവിടെ ധ്യാനത്തിന് വന്നു. തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ അച്ഛൻ ഒരു 8 പേരുടെ നടുവിൻ്റെ അസുഖം മാറ്റി തരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ആ കൂടെ ജോസഫ് എന്നൊരാളുടെ പേര് വിളിച്ച് അച്ഛൻ പറഞ്ഞു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. ജോസഫുമാർ ഒത്തിരി പേരുണ്ട്. ഭക്ഷണം കഴിക്കാൻ പുറത്ത് എന്നോട് എൻ്റെ ഭാര്യ ചോദിച്ചു, ജോസഫ് എന്ന് വിളിച്ചത് ചേട്ടനെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടേ ജോസഫുമാർ വേറെ ഉണ്ടാവില്ലേ, എന്തായാലും എൻ്റെ വേദന കാര്യമായിട്ട് മാറിയിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം വന്ന് ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. അന്ന് രാത്രിയിൽ അച്ഛൻ പറഞ്ഞു, ജോസഫെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമാധാനിച്ചു, ഈശോയോട് നന്ദി പറഞ്ഞു, ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഭക്ഷണത്തിന് പോയി. ആ നടയൊക്കെ കയറി ഇവിടുന്ന് പോകുമ്പോൾ തന്നെ സുതിപ്പിനെ എടുത്ത് ചാടി ആരാധിച്ചു. 2 കാലും കുത്തി നോക്കി, കസേരയിൽ ഇരുന്ന് നോക്കി, വേദനയുണ്ടോ എന്ന് നോക്കി, മരപ്പുണ്ടോ എന്ന് നോക്കി. എനിക്കങ്ങനെ ഉള്ളതായിട്ടേ പറ്റിയില്ല. സുഖമായിട്ട് 2 കൈ അടിച്ച് ചാടി ഒരുപാട് നേരം 2 കാലയിൽ നിന്നു. ഈ ഒരു കാലയിൽ ഇങ്ങനെ കുത്തി നിന്ന് നോക്കി. എല്ലാ വാദനയും മാറി, ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ ഒരു സങ്കടം മാത്രം മനസ്സിൽ കിടന്നു. അതെനിക്കറിയില്ലായിരുന്നു. ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോരോ, ഭക്ഷണം കഴിച്ചോരോ, അരവണ കഴിച്ചോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മാസമായിട്ട് എൻ്റെ അടിവയറ് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ നിൽക്കണമായിരുന്നു. നീക്കാൻ പറ്റില്ല. അടിവയറ് ഭയങ്കര വേദനയായിരുന്നു. എപ്പോഴും മൂത്രം ഒഴിക്കണം തോന്നുക. പക്ഷേ മൂത്രം ഒഴിക്കാൻ പോയി എന്നാൽ 2 തുള്ളി മൂത്രമേ പോവുള്ളൂ. പണിക്ക് പോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നുവർന്ന് കിടക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗം അടിവയറ് കല്ലുമാതിരി എപ്പോഴും വേദനയായിരുന്നു. ഇവിടെ വന്നപ്പോഴും അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, കാലിൻ്റെ വേദന പോയി, പക്ഷേ ഈ വയറിൻ്റെ കല്ലിപ്പോൾ പോയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നു. അന്ന് തന്നെയാണ് അച്ഛൻ ഈ കാലിൻ്റെ വേദന പോയെന്ന് തന്നെയാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞ്, ജോസഫെ നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്, നിന്നെ യേശു വീണ്ടും തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പം എൻ്റെ വയറ് നല്ല ഫ്രീ ആയി, യാതൊരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി അച്ഛൻ എന്തെങ്കിലും മെസ്സേജ് വിളിച്ച് പറഞ്ഞിരുന്നോ? ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് അച്ഛൻ പറഞ്ഞു. ഇന്നലെ രാത്രി എന്തെങ്കിലും അരവണ പായസമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെസ്സേജ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കേട്ടോ? എന്നിട്ട് കേട്ടെ, അരവണപ്പായസം കഴിച്ചിട്ടുള്ള മക്കൾക്ക് അരവണപ്പായസം കഴിച്ചതിലൂടെ വന്ന ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. കേട്ടോ, ചിലയോ മെസ്സേജ് കേട്ടോ. ശേഷം ചേട്ടൻ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയതിനു ശേഷം അത് ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു മാസം മുമ്പ് എൻ്റെ തൊട്ട് അടുത്തുള്ള അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് നേർച്ച ഭക്ഷണവും കഴിച്ചായിരുന്നു. അയൽപക്കത്തു നിന്ന് അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുവന്ന് ഒരു ഡെപ്പി അരവണ അതും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടായിരിക്കണം എനിക്ക് എൻ്റെ വയറിന് ഉദര സംബന്ധമായ അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഈ 5 മാസം എങ്ങനെ ബുദ്ധിമുട്ടി നടന്നോ ആ മൂത്രങ്ങളെല്ലാം എനിക്ക് ഒരു രാത്രി കൊണ്ട് ഒരു പകൽ കൊണ്ട് ഒഴിഞ്ഞു കിട്ടി. വയറ് ഭയങ്കര ഫ്രീ ആയി കിട്ടി. എനിക്ക് 2 സൗഖ്യം തന്ന യേശുവിനും നന്ദി പറയുന്നു. യേശുവെ നന്ദി. ഇന്നലെ ആ മെസ്സേജ് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായി. ആ മെസ്സേജ് കർത്താവ് തന്നതേ അത് ഭയങ്കര ഒരു വ്യത്യസ്ത മെസ്സേജ് ആയിരുന്നു. കാരണം അത് ഞാൻ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. അത് ആദ്യം പറഞ്ഞത് ആ മെസ്സേജ് ആയിരുന്നു. അരവണപ്പായസം കഴിച്ചിട്ട് കുറേ പേര് അരവണപ്പായസം കഴിച്ചവരുണ്ട്. അതിന്നും ബന്ധനങ്ങൾ, തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആരാധന സമയത്ത് അരവണപ്പായസം വഴി വന്ന ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു വലിയ മെസ്സേജ്. അത് എന്നെ സ്പർശിച്ചൊരു മെസ്സേജായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചേട്ടൻ കേട്ടോ. ക്രൈസ്തവ അരവണപ്പായസം കഴിച്ചവരൊക്കെ ഒന്ന് കുമ്പസാരിക്കണം.